പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. നമ്മുടെ മേത്തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. പരിശുദ്ധിയായ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ചുള്ളതായ 8 നോമ്പിൻ്റെ 4-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സന്ധ്യയാമത്തിൽ നമുക്ക് അനുഗ്രഹീതമായ ദൈവവചനം ശ്രവിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുകയാണ്. വചനമാകുന്ന ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട പരിശുദ്ധയായ അമ്മയുടെ പെരുന്നാളിൻ്റെ ഈ സന്ധ്യയാമത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ വചനങ്ങളെ നമുക്ക് ശ്രവിക്കുവാൻ, നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജീവിതങ്ങളെയും പരിശുദ്ധ അമ്മയുടെ ജീവിതം വഴി അനുഗ്രഹീതമായ അനുഭവങ്ങളിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും, നമ്മുടെ പരിശുദ്ധ അമ്മയുടെ പെരുന്നാളിൻ്റെ 4-ാമത്തെ ദിവസമാകുന്ന ഇന്ന് വചന സന്ദേശം നൽകുവാൻ തക്കവണ്ണം ഇന്ന് പ്രത്യേകമായിട്ട് നമ്മോട് കൂടെ ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട മാത്യൂസ് ഈരാളിൽ കശീശയാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ നാളുകളിലെല്ലാം പരിശുദ്ധ സഭയിൽ സുവിശേഷ രംഗത്തെല്ലാം അതിശ്രേഷ്ഠമായി പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിത്വമാണ്. തൃശ്ശൂർ ഭദ്രാസനത്തിലെ അട്ടപ്പാടിയിലുള്ളതായ കള്ളമല മോർ ഗ്രിഗോറിയോസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ വികാരിയായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ സേവനം ചെയ്തു വരുന്നു. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടുകൂടെ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അച്ഛൻ്റെ ഈ വചന ശുശ്രൂഷ മുഖാന്തരം അനേകം ആളുകൾക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ലഭിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ കൃപയെ ലഭിക്കുവാൻ, വേദനിക്കുന്ന മനോവ്യസനത്തിലായിരിക്കുന്ന അനേകം ആളുകളുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ്റെ വചനം ആശ്വാസകരമായിട്ട് ഒഴുകി വരുവാൻ തക്കവണ്ണം അച്ഛനിലൂടെ സാധിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ നമുക്ക് ദൈവവചനം നൽകി നമ്മെ അനുഗ്രഹിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും 2 ലോകങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. കട്ടിളപ്പൂവം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി സൂബോറോ പള്ളിയുടെ ആത്മീയ ഗുരുവും വികാരിയുമായ സ്നേഹബഹുമാനമുള്ള രാജുവച്ചൻ, സ്നേഹബഹുമാനമുള്ള വിമേശച്ചൻ, കൈക്കാരന്മാരെ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ഭക്തസംഘടനാ പ്രവർത്തകരെ, കർത്താവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ സ്നേഹവന്ദനം. ശുഭസുന്ദരമായ ഈ സായം സന്ധ്യയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രമാകുവാൻ ദൈവവചനത്തിന് കാതോർക്കുന്ന കർത്താവിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ വചനം നാം ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവ സാന്നിധ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് കർത്താവിൽ നമുക്ക് ഈ സമയം ചിലവഴിക്കാം. കാനാവിലെ കല്യാണ ഭവനത്തിൽ നിന്ന് കാൽവരി കുരിശിലേക്ക് തൻ്റെ പുത്രനെ യാത്രയാക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ചവളാണ് കർത്താവിൻ്റെ അമ്മ. ദൈവ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ തൻ്റെ സർവ്വതും രക്ഷകനായ തൻ്റെ പുത്രനിൽ അർപ്പിച്ചുകൊണ്ട് വേദനകൾ ഹൃദയത്തിൽ ഒതുക്കിക്കൊണ്ട് ലോകത്തിൻ്റെ ക്രൈസ്തവ സഭകളുടെ അമ്മയായി പരിശുദ്ധ മാതാവ് ഈ ജനനത്തിന്റെ ഓർമ്മ നാം ആഘോഷിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം മുഴുവനായി അനുഗ്രഹിക്കപ്പെടുന്ന ദിനരാത്രങ്ങളായി മാറുകയാണ്. കാനാവിലെ കല്യാണ ഭവനം ഒരു വലിയ ദുഃഖത്തിന്റെ, വേദനയുടെ, പ്രതിസന്ധിയുടെ നടുവിൽ കൂടി കടന്നുപോയപ്പോൾ അമ്മയുടെ ദിവ്യ സാന്നിധ്യം ആ കുടുംബത്തിന് കൊടുക്കുന്ന സന്തോഷവും സമാധാനവും അത്ര ചെറുതല്ല. ഒരു വലിയ നിരാശ തളം കെട്ടി കിടക്കുമ്പോ, ഒരു
നഷ്ടശൂന്യത ആ ഭവനത്തിൽ അമ്മ കണ്ടെത്തുമ്പോൾ ആ കുറവിനെ കുറിച്ച് അമ്മ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് തന്റെ പുത്രനായ ക്രിസ്തുവിനോടാണ്. അമ്മയുടെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് ആ കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിക്കുവാൻ യേശു തയ്യാറാകുന്നിടത്ത് ദുഃഖവും വേദനയും പ്രതികൂലതകളും ആ ഭവനത്തിൽ നിന്ന് അഴിഞ്ഞു പോകുന്നത് നാം ദർശിക്കുന്നു. അമ്മയുടെ സാന്നിധ്യം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മെ അലട്ടുന്ന നിരവധിയായ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു വലിയ മാറ്റത്തിന് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ തുടക്കം കുറിക്കുവാൻ കഴിയും. അമ്മ അപേക്ഷിക്കുമ്പോൾ തന്റെ പുത്രനായ യേശു തമ്പുരാൻ ആ കല്യാണ ഭവനത്തിന്റെ കലവറയിൽ പ്രവേശിച്ച് പന്തിപ്രമാണിയെ വിളിച്ച് സംസാരിച്ച് പുറത്ത് ക്രമീകരിച്ചിരുന്ന 7 ഭരണിയിൽ വെള്ളം നിറയ്ക്കുവാൻ ആവശ്യപ്പെട്ട് ആ വെള്ളം ഭരണികളിൽ നിറച്ചു കഴിഞ്ഞ് ആ പുത്രൻ തമ്പുരാന്റെ ശ്രേഷ്ഠമായ കരങ്ങളെ ആ ഭരണികളുടെ മുകളിൽ വെക്കുന്നതിലൂടെ മേൽത്തരമായ വീഞ്ഞ് യേശു തമ്പുരാനിൽ കൂടി രൂപപ്പെടുകയാണ്. മേൽത്തരമായ വീഞ്ഞ്. ഇന്ന് രാത്രിയിൽ ഈ പരിശുദ്ധ വചനത്തിന് കാതോർക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ മേൽത്തരമായ ഒരു അനുഗ്രഹത്തിന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. അമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് വളരെ മുന്തിയ അനുഗ്രഹമാണ്. നാം പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറമാണ് ഈ അനുഗ്രഹം. നാം ചോദിക്കുന്നതിനേക്കാളും വലുതായിട്ടാണ് ദൈവം നമുക്ക് നൽകാനായി ഒരുങ്ങുന്നത്. എന്താണ് മേൽത്തരമായത്? ഈ കല്യാണ ഭവനം ഒരു യഹൂദ കുടുംബത്തിൽ വെച്ച് നടക്കുന്നതാണ്. യഹൂദ കുടുംബത്തിന്റെ ചരിത്രമനുസരിച്ച് ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടി ജനിക്കുന്ന അന്ന് ഒരു കൽഭരണി വീഞ്ഞെടുത്ത് പിതാവ് മാറ്റിവെക്കും. ആ കൽഭരണിയിലെ വീഞ്ഞ് അവരുടെ വിവാഹത്തിന് മണവാളന്റെ വീട്ടുകാർക്ക് കൊടുക്കുവാൻ വേണ്ടി മാറ്റിവെക്കുന്നതാണ്. 13ാമത്തെ വയസ്സിലാണ് പെൺകുട്ടികളുടെ വിവാഹം നടക്കുന്നത്. 13 വയസ്സ് തികഞ്ഞു എന്ന് പറയുമ്പോ 14 വർഷത്തോളം പഴക്കമുള്ള ഒരു ഭരണി വീഞ്ഞ് ആ കല്യാണ ഭവനത്തിലുണ്ട്. അത് വരന്റെ വീട്ടുകാർക്ക് മണവാളന് കൊടുക്കുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന മേൽത്തരമായ വീഞ്ഞാണ്. അത്രയും പഴക്കമുണ്ട്, അത്രയും രുചിയുണ്ട്, അത്രയേറെ സ്വാദിഷ്ടമായ കൽഭരണിയിലെ വീഞ്ഞാണ് ഈ കല്യാണ ഭവനത്തിൽ തീർന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു വെള്ളത്തെ വീഞ്ഞാക്കി എന്ന് പറയുമ്പോൾ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ആ കാര്യം തന്റെ പ്രഥമ അത്ഭുതമായി കനാവിൽ ചെയ്യുമ്പോൾ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? 13 വർഷങ്ങൾക്ക് മുൻപ് ഈ പെൺകുട്ടിയുടെ പിതാവ് തന്റെ മകളുടെ വിവാഹത്തിന്റെ അന്ന് വരന് കൊടുക്കുവാൻ, വരന്റെ വീട്ടുകാർക്ക് കൊടുക്കുവാൻ വേണ്ടി മാറ്റിവെച്ച 14 വർഷത്തോളം പഴക്കമുള്ള മേൽത്തരമായ വീഞ്ഞാണ് യേശു തന്റെ കരങ്ങളിലൂടെ ആ ഭവനത്തിൽ അന്ന് ക്രമീകരിച്ചതെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ എന്റെ ഭവനത്തിൽ, എന്റെ ജീവിതത്തിൽ, എന്റെ തലമുറയിൽ, എന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ എത്ര വലിയ വിഷയവും ആയിക്കൊള്ളട്ടെ, ഉത്തരം നൽകുന്ന, മറുപടി നൽകുന്ന, എന്നെ സഹായിക്കാൻ സന്നദ്ധനായ യേശുവിന്റെ സാന്നിധ്യം അമ്മയുടെ മാധ്യസ്ഥതയിൽ കൂടി ഇന്ന് നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ടതാകണം. അമ്മ എന്ന അർത്ഥത്തിൽ തന്നെ വാത്സല്യത്തിന്റെ, സഹാനുഭൂതിയുടെ, കരുണയുടെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നു. വളരെ കാലങ്ങൾക്ക് മുൻപ് കേട്ട് പരിചയമുള്ള ഒരു ചിന്തയാണ്, ഒരമ്മ, വിധവയായ അമ്മ തൻ്റെ ഏകപുത്രനെ വളർത്തുവാൻ, പഠിപ്പിക്കുവാൻ മുണ്ട് മുറുക്കയെടുത്ത് തൊട്ടടുത്തുള്ള വീട്ടിൽ കൂലിവേല ചെയ്ത് ആ കുഞ്ഞിനെ അമ്മ വളർത്തി പഠിപ്പിച്ചു. ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് തന്റെ മുഴുവൻ കാര്യങ്ങളും നടത്തിയെടുക്കുവാൻ കഴിയാതെ പോയ അമ്മ
ആ വീട്ടിലെ തവിട് കൊണ്ട് കഞ്ഞിയുണ്ടാക്കി കുടിക്കുകയും തന്റെ കുഞ്ഞിന് താൻ വേല ചെയ്ത് കിട്ടുന്ന ആ സമ്പാദ്യം കൊണ്ട് നല്ല ഭക്ഷണവും നല്ല സാഹചര്യവും പഠിക്കുവാനുള്ള ക്രമീകരണവും ചെയ്ത് അവനെ വലുതാക്കി. അവന്റെ വിവാഹം കഴിഞ്ഞു, അവന് നല്ല ഒരു ജോലി ലഭിച്ചു, നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടി, അവന്റെ സാഹചര്യങ്ങളൊക്കെ മാറി. എന്നാൽ ഈ അമ്മ താൻ ജീവിച്ചിരുന്ന സാഹചര്യത്തിന്റെ കഷ്ടതകൾ കൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ ജരാനര ബാധിച്ച് ഒരു വൃദ്ധയെ പോലെയായി തീർന്നു. മുഖത്തെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു. നല്ല വസ്ത്രങ്ങളൊന്നും ഉടുത്ത് അമ്മയ്ക്ക് പരിചയമില്ല. ഈ പാവപ്പെട്ട അമ്മ അന്നും ഒരു സാധുവിനെ പോലെയാണ് ജീവിക്കുന്നത്. എന്നാൽ പഠനത്തിൽ, അറിവിൽ, വിദ്യാഭ്യാസ യോഗ്യതയിൽ നല്ല ജോലിയും ഉയർന്ന ജീവിത നിലവാരവും കിട്ടിയപ്പോൾ അമ്മയെ മറന്നുപോയ മകനും മരുമകളും. അമ്മ ഒരു അപമാനമായി തോന്നി. അമ്മ വീട്ടിലവർക്കൊരു ഭാരമായി തോന്നി. കുറ്റപ്പെടുത്തലുകളും വേദനകളും അമ്മയെ വല്ലാതെ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൽ തന്റെ മകനെ ഓർത്ത് പലപ്പോഴും അമ്മ കരയുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ ആ ഭവനത്തിലേക്ക് ചില വിരുന്നുകാർ വന്നു. ആ വിരുന്നുകാർക്ക് വേണ്ടി അമ്മ അല്പം ഭക്ഷണമൊരുക്കി അത് വിളമ്പിക്കൊടുത്തപ്പോൾ അമ്മയുടെ നിലവാരം മോശമെന്നു കണ്ട് അമ്മയെ വീടിന് പുറത്തുള്ള ഔട്ട് ഹൗസിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. എന്നിട്ടും അവർക്ക് അമ്മ ഒരു ഭാരമായി തോന്നിയത് കൊണ്ട് അമ്മയെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അന്ന് രാത്രിയിൽ അമ്മ തന്റെ മക്കളുടെ ഉള്ളിലെ ആഗ്രഹം അറിഞ്ഞിട്ട് ഒരു ഭാണ്ഡമെടുത്ത് എപ്പോൾ വേണമെങ്കിലും പോകുവാൻ തയ്യാറായി അമ്മ അവിടെ കാത്തിരുന്നു. ദിവസങ്ങൾ അധികം കഴിഞ്ഞില്ല. മകൻ വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ, അമ്മയെ മറ്റൊരു സ്ഥലത്ത്, നല്ല സ്ഥലത്ത് അമ്മയെ കൊണ്ടുപോയി ആക്കാം. ഇവിടെ അമ്മയ്ക്ക് ഒരുപാട് അസൗകര്യങ്ങളുണ്ട്. ഞങ്ങളുമായി അമ്മയ്ക്ക് ഒത്തുപോകാൻ പറ്റില്ല. ഞങ്ങളുടെ ജീവിത നിലവാരം ഒരിക്കലും അമ്മയ്ക്ക് കിട്ടുകയുമില്ല. അതുകൊണ്ട് അമ്മയെ ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അമ്മ പറഞ്ഞു, മോനെ, എനിക്കറിയാമായിരുന്നു ഇത് സംഭവിക്കുമെന്ന്. പിറ്റേന്ന് രാവിലെ അമ്മയോടൊപ്പം ആ മകൻ ഈ യാത്ര പുറപ്പെടുകയാണ്. അമ്മ തയ്യാറായി നിൽക്കുകയാണ് മകന്റെ കൂടെ പോകുവാൻ. അമ്മ ഒരു ഭാണ്ഡം എടുത്തിട്ടുണ്ട്. ആ ഭാണ്ഡത്തിനകത്ത് ഒരു വെട്ടുകത്തിയുമുണ്ട്. ഏറെ ദൂരം അങ്ങനെ പിന്നിട്ട് അമ്മയ്ക്ക് പരിചയമില്ലാത്ത മറ്റൊരു നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഒരു വനത്തിന്റെ അതിർത്തിയിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഈ മകൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അമ്മയെയും കൊണ്ട് കാട്ടിലൂടെ പോവുകയാണ്. അമ്മയ്ക്ക് മനസ്സിലായി കാട്ടിൽ ഉപേക്ഷിക്കാനാണ് കൊണ്ടുപോകുന്നതെന്ന്. അമ്മ മുൻപിൽ നടക്കുന്നു, മകൻ പുറകിൽ നടക്കുന്നു. നടക്കുന്ന വഴിയിലെ മുള്ളുകളും വള്ളിപ്പടർപ്പുകളും നടക്കുവാൻ അസ്വസ്ഥത വരുത്തുന്ന ആ വഴിയിലെ എല്ലാ തടസ്സങ്ങളും അമ്മ വെട്ടുകത്തി കൊണ്ട് വെട്ടി വെട്ടി കാട് വൃത്തിയാക്കി മുന്നോട്ട് പോവുകയാണ്. കാട്ടിനകത്ത് എത്തിക്കഴിഞ്ഞപ്പോ അവിടെ അമ്മയെ ഉപേക്ഷിച്ച് ഈ മകൻ മടങ്ങിപ്പോകാൻ ഒരുങ്ങുന്ന സമയത്ത് മകൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, അമ്മ എന്തിനാണ് ഇത്രയും ദൂരം കാട് വെട്ടി വൃത്തിയാക്കിയത്? എന്തിനാണ് വഴി ഇത്രയും വൃത്തിയാക്കിയത്? അമ്മയെ ഇവിടെ ഉപേക്ഷിക്കാനാണ് കൊണ്ടുവരുന്നതെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്? അമ്മ ആ മകനോട് പറഞ്ഞു, മോനെ, അമ്മ ഇവിടം വരെ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. അമ്മ കാട്ടിലൂടെ നടന്ന് മുള്ളുകളിൽ ചവിട്ടിയും പ്രതിസന്ധികളെ തരണം ചെയ്തും ജീവിതത്തിൽ നടന്നിട്ടുള്ളത് കൊണ്ട് അമ്മയ്ക്കിത് വിഷയമല്ല മോനെ. പക്ഷേ നീ കാട്ടിലൂടെ നടന്നിട്ടില്ല, നീ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടില്ല. അതുകൊണ്ട് എന്നെ ഇവിടെ തനിച്ചാക്കി മടങ്ങി പോകുമ്പോ നിന്റെ കാലിൽ ഒരു മുള്ളു പോലും പറ്റാതിരിക്കാനാണ് അമ്മ ഈ കാട് വെട്ടി വൃത്തിയാക്കിയത്.
അനുഗ്രഹിക്കപ്പെട്ടവരെ, മകൻ തന്നെ തള്ളിക്കളയുന്നു, ഉപേക്ഷിക്കുന്നു എന്നറിഞ്ഞിട്ടും ആ മകനെ കരുതുവാൻ അവൻ മടങ്ങി പോകുമ്പോൾ ഒരു മുള്ളുപോലും അവന്റെ കാലിൽ തലയ്ക്കാതെ ഇരിപ്പാൻ അവന് വേണ്ടി വഴിതെളിച്ച ഒരു അമ്മയെ പോലെ അനേകായിരം അമ്മമാർ ജീവിക്കുന്ന ഈ ലോകത്തിൽ, കുടുംബങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ദിവ്യ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, യേശു തമ്പുരാന് വേണ്ടി കാട് വെട്ടിത്തെളിച്ച് പ്രതികൂലതകളെ തരണം ചെയ്ത് കാൽവരി കുരിശിലേക്ക് യേശുവിനെ കൊണ്ടുചെന്നെത്തിക്കുവാൻ അമ്മ സഹിച്ച ഹൃദയത്തിലെ ത്യാഗവും മുറിവുകളും പറഞ്ഞറിയിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിലൂടെ വാളുകൾ കടന്നുപോയി, അത് മുഴുവനും അമ്മ തരണം ചെയ്തു. പരിശുദ്ധാത്മാവിൽ യേശുവിന് ജന്മം കൊടുക്കുവാൻ അമ്മ തയ്യാറാകുന്ന നിമിഷം മുതൽ ശത്രുവായ സാത്താൻ അമ്മയെ വളരെയേറെ അപകടപ്പെടുത്തുവാൻ, തകർത്തു കളയുവാൻ, ശാരീരികമായി അനേക പ്രതിസന്ധികളിൽ കൂടി അമ്മയെ വഴി നടത്തിയിട്ടും വീണു പോകാതെ ദൈവത്തിൽ ഉറച്ചു നിന്ന് ലോകരക്ഷകനെ കാൽവരിയിലേക്ക് നയിച്ചെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിൽ ഈ അമ്മയെ നമുക്ക് ആവശ്യമുണ്ട്. യേശുവിന് വഴി കാണിച്ച പരിശുദ്ധ അമ്മയെ നമുക്ക് ആവശ്യമുണ്ട്. സഹിയോൻ മാളികയിൽ പെന്തക്കോസ്തിയിൽ അപ്പോസ്തലന്മാരോട് കൂടെ ചേർന്നിരുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രാപിച്ച് അവർക്ക് നേതൃത്വം കൊടുത്ത പരിശുദ്ധ അമ്മയെ നമുക്ക് ആവശ്യമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ആ അമ്മയുടെ സാന്നിധ്യത്തിനാണ് ഈ ജനനപ്പെരുന്നാളിൽ നാം എല്ലാവരും പങ്കെടുക്കുന്നത്. നോമ്പും നമസ്കാരവും പ്രാർത്ഥനയും സ്വർഗത്തിന് ഇഷ്ടമാണെന്ന് അറിഞ്ഞ് അതെല്ലാം നമ്മെ പഠിപ്പിച്ച് നമ്മുടെ പൂർവിക പിതാക്കന്മാർ അമ്മയിലൂടെ, ആ സ്നേഹവാത്സല്യത്തിലൂടെ നമ്മുടെ ജീവിതം ഈ തിരുനാളിൽ അനുഗ്രഹപ്രദമായി തീരുവാൻ, കുടുംബവും തലമുറകളും ജീവിതവും നമുക്ക് ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഭൗതിക മേഖലകളും ഈ ദിവസങ്ങളിൽ അനുഗ്രഹപ്രദമായി തീരുവാൻ ഇടയാകണം. പ്രിയപ്പെട്ടവരെ, എത്ര ശ്രേഷ്ഠമായി സ്വർഗം നമ്മെ അമ്മയിലൂടെ പരിചയപ്പെടുത്തുന്നു. അമ്മയുടെ സ്നേഹവാത്സല്യം എത്ര ശക്തമാണ്, ഉദാത്തമാണ്. അമ്മ നടന്നു പോകുന്ന വഴികളിൽ അമ്മയുടെ സ്നേഹം രുചിച്ചറിഞ്ഞ ജീവിതങ്ങൾ മാതാവിനെ ഇന്നും തങ്ങളുടെ അമ്മയായി സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ, ഞാനും നിങ്ങളും അമ്മയിലൂടെ മാതൃഭക്തി രുചിച്ചറിയുവാനിടയായി തീരണം. അമ്മ ഉള്ളിടത്ത് ആനന്ദമുണ്ട്. ആനന്ദമാണ് മാതാവിൽ കാണുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠത, സവിശേഷത. ആ മാതൃഭക്തി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം, ദൈവദൂതന്റെ വെളിപ്പാട് ദർശിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുന്നു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ, നിന്റെ വചനം പോലെ ഭവിക്കട്ടെ. അമ്മയെ എത്രമാത്രം സ്തുതിച്ചാലും മതിയാകില്ല. സീനായി മലയിൽ വെച്ച് മോശയ്ക്ക് ദൂതൻ വെളിപ്പെട്ട് ഇസ്രായേലിനെ രക്ഷിക്കുവാൻ വേണ്ടി നീ അവിടേക്ക് പോകണം, ദൈവ കൽപ്പനയാണെന്ന് പറഞ്ഞപ്പോൾ മോശ ഭയപ്പെട്ടു. തന്റെ കുറവുകളെ നിരത്തി, താൻ വിക്കുള്ളവനാണ്, സംസാരിക്കാൻ കഴിയില്ല, യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ അരുളപ്പാടിനെ തടസ്സപ്പെടുത്തിയെങ്കിൽ, ഇവിടെ കർത്താവിന്റെ അമ്മയ്ക്ക് ദൈവം ദർശനം കൊടുക്കുമ്പോൾ ആ ദൈവദൂത് അമ്മ നിരസിക്കുകയല്ല. ഞാൻ ദൈവത്തിന്റെ ദാസി, ദൈവത്തിന്റെ തീരുമാനങ്ങൾ, നിശ്ചയങ്ങൾ, ഹിതം എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചവളാണ് അമ്മ. ആരാണ് ദാസി? ആരാണ് ദാസൻ? എങ്ങനെയാണ് ദൈവത്തിന്റെ മുൻപിൽ നമുക്ക് ദാസനും ദാസിയുമായി തീരാൻ കഴിയുക? ഈജിപ്തിലെ അടിമ സമ്പ്രദായത്തെ കുറിച്ച് നമുക്കറിയാം. കാലങ്ങൾക്കപ്പുറം ലോകത്തിലെ ഏറ്റവും വലിയ അടിമ കച്ചവടം നടന്നത് ഈജിപ്തിലായിരുന്നു. ഒരു അടിമയുടെ കാലാവധി 7 വർഷമാണ്.
ഒരു യജമാനൻ വിപണിയിൽ നിന്ന് ഒരടിമയെ വിലയ്ക്ക് വാങ്ങിയാൽ ആ അടിമയെ കൊണ്ട് ആ യജമാനന് 7 വർഷം പ്രയോജനപ്പെടുത്താം. ചോര നീരാക്കി ആ അടിമയെ കൊണ്ട് എന്തും ചെയ്യിക്കാം, എത്ര വേണമെങ്കിലും കഷ്ടതപ്പെടുത്താം, ആരും ചോദിക്കില്ല. 7 വർഷം കഴിഞ്ഞാൽ ഈ അടിമ സ്വതന്ത്രനാണ്. 7 വർഷം അടുക്കാറാകുമ്പോൾ അടിമകളുടെ ഉള്ളിൽ വലിയ സന്തോഷമാണ്. കാരണം ഇതാ തങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാട് മാറുന്നു, ദുരിതം മാറുന്നു, പട്ടിണി മാറുന്നു, പീഡനങ്ങൾ മാറുന്നു. അടിമ എന്ന പേര് എന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നു, ഞാൻ സ്വതന്ത്രനാകുന്നു. എല്ലാ അടിമകളുടെ ഉള്ളിലും ഉണ്ടാകുന്ന ചിന്തയാണിത്. എന്നാൽ ചില അടിമകൾക്ക് 7 വർഷം അടുക്കുമ്പോൾ വേദനയാണ്. കാരണം അവരുടെ യജമാനൻ അടിമയെ പോലെയല്ല അവരെ കണക്കാക്കിയത്. അവരെ ഒരിക്കലും ക്രൂരമായി പീഡിപ്പിച്ചിട്ടില്ല, കഷ്ടതപ്പെടുത്തിയിട്ടില്ല, പട്ടിണിക്കിട്ടിട്ടില്ല, മര്യാദയായി പെരുമാറിയിട്ടില്ലാത്തത് കൊണ്ട് ഈ അടിമകൾക്ക് യജമാനനെ പ്രാണനോളം ഇഷ്ടമാണ്. അവരെ വിട്ടുപോകാൻ ഒട്ടും തന്നെ അവർക്ക് താല്പര്യമില്ല. 7 വർഷം തികയുമ്പോൾ അടിമകൾ യജമാനന്മാരിൽ നിന്ന് സ്വതന്ത്രരായി സന്തോഷത്തോടു കൂടി അവിടെ വിട്ട് ഇറങ്ങുമ്പോ മറ്റു ചില അടിമകൾ യജമാനനോട് പറയും, യജമാനനെ, നീ എന്നെ ഉപേക്ഷിക്കല്ലേ, നീ എന്നെ തള്ളിക്കളയല്ലേ, ഞാൻ നിന്നെ വിട്ട് പിരിയില്ല. കാരണം നീ എന്നെ അടിമയായിട്ടല്ല കണ്ടത്, നീ എന്നെ പ്രാണനോളം സ്നേഹിച്ചു, നീ എനിക്കൊരു ജീവിതം തന്നു. ഇവിടെ നിന്ന് ഞാൻ പോകില്ല, എന്റെ കുടുംബത്തെ ഇവിടെ നിന്ന് പോകാനായി എനിക്ക് താല്പര്യമില്ല. നീ എന്നെ കൈവിട്ട് കളയരുതേ, ഞാൻ നിന്റെ അടിമയായി ജീവിച്ചു കൊള്ളാം എന്ന് പറയുന്നവരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മയെ ഓർക്കുമ്പോൾ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട്, കുടുംബ ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ട്, യെരൂശലേം ദേവാലയത്തിലാണ് അവൾ 13ാമത്തെ വയസ്സ് വരെ ജീവിച്ചത്. അവരുടെ അപ്പനും അമ്മയും ജീവിതവും സന്തോഷവും സ്വപ്നങ്ങളും എല്ലാം അവൾക്ക് യെരൂശലേം ദേവാലയമായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു, ദൈവം കൊടുത്ത സന്തോഷമായിരുന്നു. ദൈവത്തെ അവൾ പ്രാണനോളം ചേർത്ത് പിടിച്ചു. ആ ദൈവത്തോട് അമ്മ പറയുകയാ, ഞാൻ നിന്റെ ദാസി, നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ. അപ്പാ, എന്റെ ജീവിതത്തിൽ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട് എന്റെ കുടുംബം തകർന്നപ്പോൾ എനിക്ക് ജീവിതം തന്നത്, എന്നെ 13 വയസ്സ് വരെ വളർത്തിയത് എന്റെ ജീവാത്മാവും പരമാത്മാവും സ്വർഗത്തിലെ ദൈവമാ. അങ്ങയുടെ ഏത് കൽപ്പനയും ഞാൻ സ്വീകരിക്കും, ഞാൻ ഏറ്റെടുക്കും, ഞാൻ അങ്ങയുടെ ദാസിയാ. അനുഗ്രഹിക്കപ്പെട്ടവരെ, അമ്മ സ്വർഗത്തിലെ ജീവനുള്ള ദൈവത്തിന്റെ ദാസിയായി സ്വയം സമർപ്പിച്ചു കൊടുത്തപ്പോ സഹനങ്ങളെ അതിജീവിക്കാൻ, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അമ്മയെ സഹായിച്ച ആ ദിവ്യ കരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ദൈവമേ, അപ്പാ, ഞാൻ നിന്റെ ദാസനാണ്, ഞാൻ നിന്റെ ദാസിയാണ്, എന്നെ അങ്ങനെ കരുതണമേ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, മുടിയനായ പുത്രൻ അപ്പന്റെ അടുക്കൽ മടങ്ങി വന്നിട്ട് പറഞ്ഞു, അപ്പാ, സ്വർഗത്തോട് നിന്നോട് വിരോധമായി പാപം ചെയ്തു, നിന്റെ മുഖത്ത് നോക്കാൻ യോഗ്യതയില്ല, കൂലിക്കാരനെ പോലെ എന്നെ കാണണമേ, ദാസനെ പോലെ എന്നോട് വിചാരിക്കണമേ എന്ന് അപേക്ഷിച്ചതുപോലെ ദൈവത്തിന്റെ മുൻപിൽ, കർത്താവേ, ഞാൻ പാപിയാണ്, ഭാവിനിയാണ്, കുറ്റമുണ്ട്, കുറവുണ്ട്, കറകളുണ്ട്, ജീവിതത്തിൽ പലതും അരുതാത്തത് വന്നുപോയി, ദൈവ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി, ദൈവകരങ്ങളിൽ നിന്ന് അകന്നുപോയി. ദൈവമേ, അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല, ദാസനായി, അങ്ങയുടെ ദാസിയായി എന്നെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യെരൂശലേമിനോട് കരുണ തോന്നിയ ദൈവം നമ്മോട് കരുണ ചെയ്യും. അവന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ നിറയും.
സഹനങ്ങളെ, പ്രതികൂലതകളെ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ, അതിജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അമ്മയുടെ മാതൃ സ്നേഹത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ മുഴുവനായി, നമ്മെ പൂർണ്ണമായി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. എലീശുബായുടെ ഭവനത്തിലേക്ക് അമ്മ കടന്നു ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്ന കുടുംബം. എലീശുബ എന്റെ കർത്താവിന്റെ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ തന്റെ ഭവനത്തിലേക്ക് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു. അമ്മയുടെ സാന്നിധ്യം എലീശുബായിൽ പരിശുദ്ധാത്മാവിനെ സൃഷ്ടിച്ചതുപോലെ ഇന്ന് നമ്മുടെ ഭവനത്തിലേക്ക് കയറി വരുന്ന പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കുടുംബത്തിൽ നിറയുകയാണ്. ആനന്ദം നിറയുകയാണ്, സന്തോഷം നിറയുകയാണ്. ദൈവത്തിന്റെ ദൂത് കേട്ടിട്ട് അമ്മ പറഞ്ഞത് എന്താ? ഈ ലോകത്തിൽ ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ ആനന്ദിക്കുന്നു. എന്തെന്നാൽ ലോകം എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ലോകത്തിന്റെ ഭാഗ്യം തന്റെ ഉള്ളംകൈയിലിരിക്കുന്ന പുത്രനാണെന്നറിഞ്ഞ് പുത്രനെ താഴെ വെക്കാതെ തന്റെ മാറോട് ജീവിതം മുഴുവനും ചേർത്ത് പിടിച്ച അമ്മ, പുത്രന് പ്രായമായിട്ടും പുത്രന്റെ പ്രായം മറന്ന് തന്റെ ഉള്ളംകരത്തോട് കാൽവരി കുരിശ് വരെയും ചേർത്ത് പിടിച്ച അമ്മ, എനിക്ക് നിനക്കും ആ അമ്മയുടെ മാതൃകരം സാന്ത്വനം നൽകുന്നതാണ്. ആരും നിന്നെ സഹായിപ്പാനില്ലെന്ന് കരുതരുത്. ഞാൻ തനിച്ചാണ്, ജീവിതത്തിൽ ഒറ്റയ്ക്കാണ്, ആരും എനിക്ക് കൂടെയില്ല, എന്റെ പ്രശ്നങ്ങളിൽ എന്നെ താങ്ങാൻ സഹായിക്കാൻ ആരുമില്ലെന്ന് നീ കരുതരുത്. സ്വർഗത്തിലെ അമ്മ, അമ്മയുടെ കരം ഇന്ന് രാത്രിയിൽ, ഈ പെരുന്നാളിന്റെ ദിനങ്ങളിൽ, ഈ ജീവിതം മുഴുവനും നിന്നെ താങ്ങുവാൻ ശക്തമാണെന്ന് വിശ്വസിച്ച് അമ്മയിൽ നമുക്ക് ആനന്ദിക്കാം, അമ്മയിലൂടെ സന്തോഷിക്കാം, അമ്മയിലൂടെ പ്രത്യാശിക്കാം. എനിക്കൊരമ്മയുണ്ടെന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം. പ്രിയപ്പെട്ടവരെ, ആ ദൈവസ്നേഹത്തിന്റെ ആഴം അനുഭവിച്ച് മാതൃകരങ്ങളിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ നിരാശയുടെ, പ്രതികൂലതകളുടെ ജീവിതത്തിൽ നിന്ന് ദൈവം നിന്നെ താങ്ങും. ഇപ്പോൾ നീ വഹിക്കുന്ന ഭാരത്തിന്റെ ചുവട്, നീ സഹിക്കുന്ന പ്രയാസങ്ങളുടെ നെരിപ്പോടുകളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ ആ പ്രാർത്ഥനയ്ക്ക് കഴിയും. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ 8 നോമ്പിന്റെ തിരുനാളിൽ ദൈവകരത്തോട് നാം ചേർന്നിരിക്കുമ്പോൾ, ദൈവത്തെ നാം ആശ്രയിക്കുമ്പോൾ, അമ്മ മാതാവിനെ മറക്കാതെ അമ്മയുടെ വാത്സല്യം മുഴുവൻ ഈ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ പരിപൂർണമായി സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കാം. അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, ദൈവ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട്, ദൈവത്തിന്റെ വിശുദ്ധന്മാർ നമുക്ക് ചുറ്റുമായിരിക്കുന്നതോർത്ത് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ, ഇപ്പോൾ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന രോഗങ്ങളുടെ വെല്ലുവിളികളെ, പ്രതികൂലതകളെ, പോരാട്ടങ്ങളെ, പരാജയങ്ങളെ, തകർച്ചകളെ, നമ്മെ ഭയപ്പെടുത്തുന്ന അനേക നിരാശ അനുഭവങ്ങളെ യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് 8 നോമ്പിന്റെ ഈ ദിനങ്ങളിൽ അമ്മ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. സർവശക്തനായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ പരിശുദ്ധ അമ്മയുടെ തൃപ്പാദത്തോട് ചേർന്നിരുന്ന് അങ്ങയുടെ വചനം ഞങ്ങൾ കേട്ട ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ റൂഹ ഞങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നു. ദൈവിക സംരക്ഷണം ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പദ്ധതി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. സഹനങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അവിടെ പ്രത്യാശയുടെ ഒരു നങ്കൂരമിട്ട് ശാന്തതയുടെ തുറമുഖത്ത് ഞങ്ങളെ അടുപ്പിക്കുന്ന ഒരു ജീവിതയാത്രയാണ് ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് വഴി നടത്തുന്ന സർവശക്തനിൽ ഞങ്ങളെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ ദിവ്യ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഇത്രത്തോളം സമയം ദൈവമേ ഞങ്ങൾ അതിന്റെ വാദപീഠത്തിൽ ഇരുത്തിയതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പ പെരുന്നാളിന്റെ ദിനത്തിൽ
കട്ടളപ്പൂവം പള്ളിയുടെ ഈ പരിപാവനമായ അങ്കണത്തിൽ കൂടി വരുന്ന സകല മക്കളെയും അനുഗ്രഹിക്കണം ദൈവമേ. അമ്മയുടെ വലിയ മാധ്യസ്ഥം ഇടവകയോട്, ദേശത്തോട്, അഭിഷിക്തരോട് കൂടെ ഇരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. 8 നോമ്പിന്റെ ഈ ദിനങ്ങളിൽ ഈ ഇടവകയിൽ നടത്തി വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹകരമായി പൂർത്തീകരിപ്പാൻ സർവശക്തന്റെ കരുണ ഈ ദേവാലയത്തിൽ ഇറങ്ങി വർദ്ധിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അമ്മയോടും വിശുദ്ധന്മാരോടും ചേർന്നുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ ക്രൂശിന്റെ മറവിൽ മറയ്ക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന തമ്പുരാന്റെ സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏറെ പ്രതികൂലതകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ, കോവിഡ് മഹാമാരി, അതിലൂടെ ആത്മീകമായ അനേക പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേക 8 നോമ്പ് തിരുനാൾ വളരെ വിപുലമായി നടത്തപ്പെടേണ്ട അനേക ദേവാലയങ്ങൾ അതിനെ പരിമിതപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായപ്പോഴും നമ്മുടെ ദേവാലയം 8 ദിവസവും നോമ്പെടുത്ത് വ്രതശുദ്ധിയോടെ, ഭക്തി നിർഭരതയോടെ, നോമ്പനുഷ്ഠാനങ്ങളിലൂടെ സഭയ്ക്കും ഭദ്രാസനത്തിനും എല്ലാം അനുഗ്രഹമായി തീരുന്ന ഈ ശുഭദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നേ ദിവസം ഈ ദേവാലയത്തിൽ ഈ പരിശുദ്ധ തിരുവചന ശുശ്രൂഷയിൽ എന്നെ ക്ഷണിച്ച, ഞാൻ ഏറെ സ്നേഹിക്കുന്ന തൃശ്ശൂർ ഭദ്രാസനത്തിന്റെ മുൻ വൈദിക സെക്രട്ടറി കൂടിയായിരിക്കുന്ന സ്നേഹബഹുമാനമുള്ള രാജു അച്ഛനോടും എൻ്റെ സഹോദര സ്നേഹിതൻ ബിബീഷ് അച്ഛനോടും ഏറെ നന്ദിയും സ്നേഹവും തൃപ്പാദങ്ങളെ അറിയിക്കുന്നു. പള്ളിയുടെ കൈക്കാരന്മാരെ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേക ഈ പെരുന്നാളിന് ഒട്ടേറെ കാര്യങ്ങളിൽ ഏറെ ശ്രേഷ്ഠമായി ശുശ്രൂഷിച്ചു വരുന്ന യൂത്ത് അസോസിയേഷനെയും, അതുപോലെ മർത്തമറിയ സമാജം, സൺഡേ സ്കൂൾ, പ്രാർത്ഥന ഗ്രൂപ്പ് തുടങ്ങിയ എല്ലാം നന്നായി അവരുടെ ഉന്നമനം ദൈവം കണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടവക മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഈ 8 നോമ്പ് തിരുനാൾ ഇടവകയ്ക്ക് അനുഗ്രഹപ്രദമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കൺവെൻഷൻ്റെ 4ാമത്തെ ദിവസം അനുഗ്രഹീതമായിട്ട് ദൈവവചനം നൽകി നമ്മെ അനുഗ്രഹിച്ച ഇത്രയും ബഹുമാനപ്പെട്ട മാത്യൂസ് ഈരാടിൽ അച്ഛനോടുള്ളതായ ഇടവകയുടെ നന്ദിയും സ്നേഹവും ഏറ്റവും സ്നേഹത്തോടുകൂടെ, വിനയത്തോടുകൂടെ ബഹുമാനപ്പെട്ട അച്ഛനെ അറിയിക്കുകയാണ്. ഇന്നേ ദിവസം വലിയ താല്പര്യത്തോടുകൂടെ കർത്താവിൻ്റെ വചനത്തെ അനേകം ആളുകൾ ജീവിതത്തിലേക്ക് ആശ്വാസം പകരുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ സാധിച്ചു. അനേകം ആളുകൾക്ക് ദൈവത്തിൻ്റെ കൃപയെ ലഭിക്കുവാൻ, ദൈവ അനുഭവങ്ങളിലേക്ക് അവരുടെ ജീവിതം നയിക്കപ്പെടുവാൻ അച്ഛൻ്റെ പ്രസംഗം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ ഞങ്ങളെല്ലാവരും ഏറ്റവും നന്ദിയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടി ഓർക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വിലയേറിയ പ്രാർത്ഥനകളിൽ ഞങ്ങളെ ഓർക്കണമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടെ അച്ഛനോടുള്ളതായ ഇടവകയുടെ നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് വാക്കുകളെ ഉപസ്മരിക്കുകയാണ്. നാളെ 8 നോമ്പിൻ്റെ 5ാമത്തെ ദിവസം രാവിലെ നമ്മുടെ സുബോറ പള്ളിയിലും വലിയ പള്ളിയിലും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാനയും നാളെ വൈകുന്നേരം എത്രയും ബഹുമാനപ്പെട്ട ജോൺ വൈനിലത്തിൽ കശീശ, നമ്മുടെ മുൻ സഹവികാരിയായിരുന്ന ബഹുമാനപ്പെട്ട അനി ജോൺ അച്ഛനാണ് നാളെ വൈകുന്നേരത്തെ വചന സന്ദേശം നൽകി അനുഗ്രഹിക്കുന്നത്. അച്ഛനെ പ്രത്യേകമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പെരുന്നാളിൻ്റെ ഈ നാളുകളിൽ നിങ്ങൾക്ക് പെരുന്നാളിൽ ഓഹരിക്കാരായി തീരുവാനും വഴിപാടുകൾ ദേവാലയത്തിൽ സമർപ്പിക്കുവാനുള്ള അവസരമുണ്ട്. അതിനാഗ്രഹിക്കുന്നവർ വിശുദ്ധ കുർബാനയ്ക്ക് വഴിപാടുകൾ സമർപ്പിക്കുവാൻ, കൺവെൻഷന് അതിനുവേണ്ടിയുള്ളതായ കാര്യങ്ങൾക്ക് സമർപ്പിക്കുവാനുമൊക്കെ ആഗ്രഹമുള്ള ആളുകൾ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട്, ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ക്രമീകരിക്കണമെന്ന സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകളെ ഉപസ്മരിക്കുകയാണ്. ഈ 8 നോമ്പ് പെരുന്നാൾ നമുക്ക് ഏവർക്കും അനുഗ്രഹത്തിനായി തീരട്ടെ. പ്രത്യേകമായിട്ട് നമ്മുടെ ദേശത്തെ ഇടവകയെ
നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവത്തിന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് തൻ്റെ അദൃശ്യമായ ഓരാതിർക്കരെ നീട്ടി നിങ്ങളേവരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.